അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്കാൽപ്പിങ്ങിനെ പറ്റിയ പെയർസിനെ കുറിച്ചിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഇൻട്രാഡേ ചെയ്യുന്നവർക്കുള്ള പെയർസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ വരുന്നത് യൂറോ USD തന്നെയാണ്. അപ്പോൾ യൂറോ USDയിൽ നമുക്കറിയാം വോളിയം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് എക്സിക്യൂഷൻ നടക്കും, നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്കൊരു ഡേ ട്രേഡിങ്ങിന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന പെയർ കൂടിയാണ് യൂറോ USD. അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുന്നത് XAU USD, അതായത് ഗോൾഡ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഗോൾഡിന് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് നമുക്ക് ഒരു ഡേ ട്രേഡിങ്ങിന് കിട്ടുന്ന ഒരു പെയർ ആണ്. അപ്പോൾ കൂടുതലായിട്ടും ഗോൾഡിന്റെ വോളിയം വരുന്നത് ലണ്ടൻ സെഷനും ന്യൂയോർക്ക് സെഷന്റെ ടൈമിലാണ് വോളിയം കൂടുതലായിട്ട് ഗോൾഡിൽ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ പെയർ എന്ന് പറയുന്നത് GBP JPY ആണ്. അപ്പോൾ GBP JPY എന്ന് പറയുമ്പം ആ ഒരു മാർക്കറ്റ് പാറ്റേണിനെയും സ്ട്രക്ചറിനെയും ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇൻട്രാഡേക്ക് നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് GBP JPYയിൽ നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്ന 3 പെയർസ്, ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന ഡേ ട്രേഡിങ്ങിന് പറ്റിയ 3 പെയർസ് ആണ് ഈ ഒരു സെഷനിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന് പറ്റിയ പെയർസിനെ കുറിച്ചിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.